സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ടോപ്പിക്ക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ്. ഇപ്പോൾ ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ബീം എന്ന് പറയുന്ന ടോപ്പിക്ക് ബീമിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സുകൾ ഏതൊക്കെ ടൈപ്പാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ബീമിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ്. എന്ത് ടൈപ്പ് ഓഫ് സ്ട്രെസ്സാണ് ഒരു ബീമിൽ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചതാണ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ബീം, ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്ട്രെസ്സുകളാണ് ബീമിൽ വരുന്നത് ഡ്യൂ ടു ബെൻഡിങ്? ഷിയർ സ്ട്രെസ്സും ബെൻഡിങ് ഷിയർ സ്ട്രെസ് സെക്കൻഡറി ആണ്. പ്രൈമറി ഏത് സ്ട്രെസ്സാണ്? ബെൻഡിങ് സ്ട്രെസ്. ബെൻഡിങ് സ്ട്രെസ് ആണ്. ഒരു നോർമൽ സ്ട്രെസ്സും ഒരു ഷിയർ സ്ട്രെസ്സും അവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ ബെൻഡിങ് കാരണം ബോഡിക്കുണ്ടാകുന്ന ചേഞ്ച് എന്താണ്? ബോഡി എന്ത് ചെയ്യും? എന്താണ് ബോഡിക്ക് ഉണ്ടാകുന്ന അതിൻ്റെ ഇനിഷ്യൽ ഷേപ്പിലോ സൈസിലോ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ബോഡി ബെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ലീനിയർ ഷേപ്പിൽ നിന്ന് എന്ത് ഷേപ്പിലേക്ക് മാറും? നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാം. കർവ്ഡ് ഷേപ്പിലേക്ക് മാറും. അതായത് ഒരു ഇലാസ്റ്റിക് കർവ്. എന്താണ് ഇലാസ്റ്റിക് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസംഷനിൽ വരുന്നതാണ്. ആഫ്റ്റർ ഡിഫോർമേഷന് ശേഷം ലോഡ് റിലീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇലാസ്റ്റിക് എന്നുള്ള വേർഡിന്റെ മീനിങ് അതിന്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചെത്തണം. അത്രയേ ഉള്ളൂ കേസ്. അപ്പോൾ അതൊരു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ആയിരിക്കണം. അപ്പോൾ ഒരു കർവ് ഷേപ്പിലേക്ക് മാറും. അപ്പോൾ ഇവിടെ ആ കർവ്ഡ് ഷേപ്പിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് ഒരു ബീമിൽ. ഇതൊരു രണ്ടെൻഡും സപ്പോർട്ട് ചെയ്തേക്കുന്ന ബീമാണ്. അതിലൊരു ലോഡ് പി ആക്ട് ചെയ്യുന്നു. ആ പിയുടെ എഫക്റ്റ് കാരണം ബോഡി ബീം ബെൻഡ് ചെയ്യുന്നു. ഓക്കെ, ആ ബെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ബിഫോർ ഡിഫോർമേഷൻ ഇറ്റ് ഹാസ് എ ന്യൂട്രൽ ആക്സിസ്. ആ സ്ട്രെയിറ്റ് ലൈനാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനുശേഷം ബെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ന്യൂട്രൽ ആക്സിസിന് മൊത്തത്തിൽ ഒരു ഷേപ്പ് ചേഞ്ച് സംഭവിക്കുന്നു. അത് നോക്കുക, ഓരോ പോയിന്റിലും ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ആ ഇലാസ്റ്റിക് കർവിൻ്റെ ന്യൂട്രൽ ആക്സിസ്, അതായത് ആഫ്റ്റർ ഡിഫോർമേഷൻ ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് എല്ലാ പോയിന്റിലും സെയിം ആണോ ഡിഫറൻ്റ് ആണോ? അതായത് ഇതാണ് മുകളിലത്തെ പോയിന്റിൽ നിന്ന് താഴത്തെ പോയിന്റിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. സപ്പോർട്ട് ചെയ്യുന്ന എൻഡുകളിൽ ഡിഫ്ലക്ഷൻ എന്താണ്, അല്ലെങ്കിൽ ബോഡിക്കുണ്ടായ ബെൻഡിങ് കാരണമുണ്ടായ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ്? സപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങൾ ഇതാ ഈ രണ്ട് എൻഡിൽ ഞാൻ പേര് കൊടുക്കുകയാണ്, എയും ബി. എയിലും ബിയിലും ബീമിനുണ്ടായ ഡിഫ്ലക്ഷൻ എന്താണ്? സീറോ ആണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചു വെക്കേണ്ട ഫസ്റ്റ് പോയിന്റ്, സപ്പോർട്ട് എപ്പോഴും ഡിഫ്ലക്ഷൻ എന്തായിരിക്കും? അറ്റ് സപ്പോർട്ട്സ് ഡിഫ്ലക്ഷൻ വിൽ ബി സീറോ. അപ്പോൾ ഡിഫ്ലക്ഷൻ സീറോ ആയിരിക്കും. ഇനി സപ്പോർട്ട്സിന് ഇടയ്ക്കുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ സപ്പോർട്ടിന് ഇടയ്ക്കുള്ള സ്ഥലങ്ങളിൽ ദർ വിൽ ബി ഡിഫ്ലക്ഷൻ. ആ ഡിഫ്ലക്ഷൻ ഒരു യൂണിഫോം ഡിഫ്ലക്ഷൻ അല്ല. എൻഡുകളിൽ സീറോ, നടുക്കോട്ട് പോകും തോറും അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് വരുന്നു. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ അതിന് മാക്സിമം വാല്യൂ എത്തുന്നു. അതിനുശേഷം വീണ്ടും റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിനൊരു വൈ മാക്സ് കാണും. ഇപ്പോൾ ഇവിടെ ഒരു വൈ മാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം എന്താ ഈ പോയിന്റാണ് വൈ മാക്സ്. നോക്കുക, ഈ ലോഡ് ഒരു സെൻട്രൽ ആക്ടിങ് ലോഡാണോ അതോ ഇന്റർമീഡിയറ്റ് ലോഡാണോ? ഞാനിപ്പോൾ വരച്ചേക്കുന്ന പി ഒരു മിഡ് സ്പാൻ ലോഡാണോ അതോ ഇന്റർമീഡിയറ്റ് ലോഡാണോ? ഇന്റർമീഡിയറ്റ്. അപ്പൊ ഇന്റർമീഡിയറ്റ് ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഡിഫ്ലക്ഷൻ എവിടെ തന്നെ വരണമെന്ന് നിർബന്ധമില്ല. എവിടെ തന്നെ വരത്തില്ല, ആ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് തന്നെ വരത്തില്ല. അത് മറ്റൊരു പോയിന്റിലായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യനിൽ ചെയ്യാൻ പഠിക്കുന്നത് മിക്കവാറും ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിൽ ഡിഫ്ലക്ഷൻ എത്ര, മാക്സിമം ഡിഫ്ലക്ഷൻ എത്ര, ഇതൊക്കെയാണ് ക്വസ്റ്റ്യനിൽ വരുന്നത്. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ബീമിനും അതിനനുസരിച്ചുള്ള ഇക്വേഷൻസും അതിൻ്റെ കണ്ടീഷൻസും ഉണ്ട്. നമുക്കത് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. ഇപ്പോൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഓഫ് ബീം എന്ന് പറയുന്നത് മെഷേർഡ് ഫ്രം ഒറിജിനൽ ന്യൂട്രൽ ആക്സിസ്
ടു ദി ന്യൂട്രൽ ആക്സിസ് ഓഫ് ദി ഡീഫോംഡ് ബീം. ഇനി എപ്പോഴാണ് ബീം ബെൻഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. വെൻ എ ബീം ഈസ് ലോഡഡ്, ബീം ലോഡ് കൊടുക്കുന്നു. അത് ഏതൊക്കെ ലോഡ് വരുമെന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെ ടൈപ്പ് ലോഡ് വരാം ബീമിൽ? പോയിന്റ് ലോഡ് വരാം. എന്തൊക്കെ ലോഡ് വരാം? UDL, UVL, പോയിന്റ് ലോഡ്, UDL, UVL, പല രീതിയിൽ മൊമെന്റ്, പോയിന്റ് മൊമെന്റ് ഒക്കെ വരാം. അപ്പോൾ ഏത് ടൈപ്പ് ലോഡ് വന്നാലും there will be deflection. ഇനി എന്താണ് ഡിസ്പ്ലേസ്മെന്റ് വൈ? ഡിസ്പ്ലേസ്മെന്റ് വൈ എന്ന് പറയുന്നതാണ് ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിനൽ ന്യൂട്രൽ ആക്സിസ് ആൻഡ് deformed neutral axis, vertical distance of corresponding points on a deflected beam. അപ്പോൾ maximum, ഇനി the maximum curvature occurs where the moment magnitude is maximum. ഈ ബീമിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ് വേരിയേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബെൻഡിങ് മൊമെന്റ് മാക്സിമം എവിടെയാണ്? അപ്പോൾ ബെൻഡിങ് മൊമെന്റ് മാക്സിമം എവിടെയാണോ അവിടെ ആയിരിക്കും കർവേച്ചർ മാക്സിമം. കർവേച്ചർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആർ. അപ്പോൾ ആർ മാക്സിമം വരുന്നത്, ആർ മാക്സ് വരുന്നത് എവിടാണെന്ന് ഓർക്കുക. ഏത് സ്ഥലത്താണ്? എം മാക്സിമം വരുന്നിടത്താണ്. അപ്പം റേഡിയസ് ഓഫ് കർവേച്ചർ മാക്സിമം വരുന്നത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആക്ട്. ഇത്രയാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്. ഇനി ഇലാസ്റ്റിക് കർവ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദ കർവേച്ചർ ഓർ സർക്കുലർ ആർക്ക് ഓഫ് ബീംസ് ഫോംഡ് അണ്ടർ ആക്ഷൻ ഓഫ് ലോഡ്. സർക്കുലർ ആർക്ക്, ഇതെന്തുകൊണ്ട് സർക്കുലർ ആർക്ക് എന്ന് പറയുന്നു? അതൊരു അസംഷനാണ്. നമ്മൾ പ്യുവർ ബെൻഡിങ് പഠിച്ചു. ബെൻഡിങ് ഇക്വേഷൻ എന്തായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ബെൻഡിങ് ഇക്വേഷൻ M/I equal to sigma by y equal to E/R. ഈ നടുക്കത്തെ കളയാം, രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. ഇതിൽ നിന്ന് ആറിൻ്റെ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക. R ഈക്വൽ ടു എന്തെന്ന് എഴുതാം? R ഈക്വൽ ടു EI by M. E എന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. E എന്താണ്? I എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ. M എന്താണ്? ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ബീമിലെ എല്ലാ പോയിന്റിലും ബെൻഡിങ് മൊമെന്റ് കോൺസ്റ്റന്റ് ആണോ? വേരിയിങ് ആണ്. നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം പഠിച്ചു. പക്ഷേ തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് അല്ലെങ്കിൽ പ്യുവർ ബെൻഡിങ്ങിന്റെ കണ്ടീഷൻ എന്താണ്? ബെൻഡിങ് മൊമെന്റ് ആക്ടിങ് ഓൺ എ ബീം ഈസ് കോൺസ്റ്റന്റ്. അപ്പൊ പ്യുവർ ബെൻഡിങ് ആണെങ്കിൽ എമ്മും എന്തായിരിക്കും? കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ ഈ മൂന്ന് ടേമുകളും എന്തായിരിക്കും? മൂന്ന് ടേമുകളുടെയും കൂടെ റേഷ്യോ EI/M വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റന്റ്. റേഡിയസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ബീം ഏത് രീതിയിലായിരിക്കും കർവ് ചെയ്യുന്നത്? സർക്കുലർ. അപ്പൊ ഈ ഇലാസ്റ്റിക് കർവിന്റെ നമ്മൾ അസംഷൻ അനുസരിച്ച് ഈ ഇലാസ്റ്റിക് കർവിന്റെ ഷേപ്പ് എന്താണ്? ഫോർ യൂണിഫോം ബെൻഡിങ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്യുവർ ബെൻഡിങ് ആണെങ്കിൽ എന്ത് ഫോം ആയിരിക്കും? സർക്കുലർ ആർക്ക് ആയിരിക്കും. പക്ഷെ ആക്ച്വൽ കേസുകളിൽ അതായിരിക്കില്ല. അപ്പോൾ സർക്കുലർ ആർക്ക് എന്നുള്ള വേർഡ് വന്നതിന്റെ റീസൺ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇലാസ്റ്റിക് കർവ് എന്താന്ന് പറഞ്ഞു. ഇനി സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് നമ്മൾ ഡിഫ്ലക്ഷന്റെ കൂടെ തന്നെ എപ്പോഴും പഠിക്കുന്ന ഒരു ടേമാണ് സ്ലോപ്പ്. തീറ്റ, ചില ടെക്സ്റ്റുകളിൽ ഫൈ, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പ്രശ്നമില്ല. നോക്കുക, ഇതൊരു ഇലാസ്റ്റിക് കർവിന്റെ ഒരു സെഗ്മെന്റ് ആണെന്ന് വിചാരിക്കുക. ഞാൻ ഈ പർട്ടിക്കുലർ പോയിന്റിൽ, അതാണ്ട് ഈ ഒരു പോയിന്റ് ഞാൻ എല്ലാവരും ചെയ്ത് വരും. ആ പോയിന്റിൽ സ്ലോപ്പ് കണ്ടുപിടിക്കണം. നമ്മുടെ മാത്സിൽ അല്ലെങ്കിൽ
നമ്മൾ പഠിക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റങ്ങളിൽ അല്ലെങ്കിൽ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? അതെങ്ങനെ dy/dx വരുന്നത്? അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ഒരു കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏത് പോയിന്റിലെ സ്ലോപ്പാണോ വേണ്ടത് ആ പോയിന്റിൽ കൂടെ ഒരു ടാൻജന്റ് വരയ്ക്കുക. ആ ടാൻജന്റിന്റെ സ്ലോപ്പ് ആയിരിക്കും ആ പോയിന്റിലെ സ്ലോപ്പ്. അപ്പം നമ്മൾ dy ഇത് ചേഞ്ച് ഇൻ y, ചേഞ്ച് ഇൻ x, തീറ്റ എന്ന് എടുക്കുകയാണെങ്കിൽ tan തീറ്റ ഈക്വൽ ടു dy/dx. തീറ്റ വളരെ ചെറുതാണ്. അപ്പോൾ തീറ്റ ഈക്വൽ ടു സ്ലോപ്പ് തീറ്റ ഈക്വൽ ടു എന്താണ്? dy/dx. ഇത് ഓർത്തിരിക്കുക. സ്ലോപ്പിൻ്റെ ഇക്വേഷൻ, ബീമിലെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ തീറ്റ ഈക്വൽ ടു dy/dx ആണ്. വേർ y എന്താണ്? where y is the ഡിഫ്ലക്ഷൻ. y ഡിഫ്ലക്ഷൻ. y ഡിഫ്ലക്ഷൻ ആണെങ്കിൽ അപ്പോൾ x എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? x ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആരുടെ ലെങ്ത് ആണ്, അല്ലെങ്കിൽ ആരുടെ പോർഷൻ ആണ്? എന്ന് പറഞ്ഞാൽ ഓവർ എ ലെങ്ത് ഓഫ് ബീം ആണ് എക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സപ്പോർട്ട് ചെയ്യുന്നുള്ള ഡിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ എടുക്കാം. നമ്മൾ ഡെഫിനിഷൻ എടുക്കുമ്പോൾ അങ്ങനെയാണ്. സപ്പോർട്ട് ചെയ്യുന്ന ഏത് പോയിന്റിലേക്ക് വരെയുള്ള ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എക്സ്. അപ്പോൾ എക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ലെങ്ത് ഓഫ് ബീം ആണ്. അപ്പോൾ സ്ലോപ്പ് അറ്റ് എനി സെക്ഷൻ ഇൻ എ ഡിഫ്ലക്റ്റഡ് ബീം ഇസ് ദി ആംഗിൾ ഇൻ റേഡിയൻസ് ആണ് വിച്ച് ദി ടാൻജന്റ് അറ്റ് ദി സെക്ഷൻ മേക്സ് വിത്ത് ദി ഒറിജിനൽ ആക്സിസ് ഓഫ് ബീം. അപ്പം ടാൻജന്റ് ഒറിജിനൽ ആക്സിസ് നമ്മൾ ആക്സിസ് ബിഫോർ ഡിഫോർമേഷൻ, അത് ഹൊറിസോണ്ടൽ ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈനും ടാൻജന്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. നമുക്ക് കിട്ടുന്നത് ഇക്വേഷൻ വഴി കിട്ടുന്ന തീറ്റയുടെ വാല്യൂ റേഡിയനിലായിരിക്കും. യൂണിറ്റ് റേഡിയൻ ആണ്. വൈയുടെ യൂണിറ്റ് എന്തായിരിക്കും? ഡിഫ്ലക്ഷന്റെ യൂണിറ്റ് മീറ്റർ. ഡിഫ്ലക്ഷൻ മെഷേർഡ് ഇൻ മീറ്റേഴ്സ്. ഓക്കെ. അപ്പോൾ എന്താണ് സ്ലോപ്പ് എന്ന് പറഞ്ഞു? സ്ലോപ്പ് എന്ന് പറയുന്നത് കർവിലെ ഏതെങ്കിലും ഒരു പോയിന്റ്, എവിടുത്തെ സ്ലോപ്പാണോ വേണ്ടത് ആ പോയിന്റിലെ ടാൻജന്റും ഹൊറിസോണ്ടൽ ആക്സിസും ഓർ ന്യൂട്രൽ ആക്സിസ് ബിഫോർ ഡിഫോർമേഷൻ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. തീറ്റ ഈക്വൽ ടു dy/dx. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാന്ന് വിചാരിക്കുക. ബിഫോർ ഡിഫോർമേഷൻ ഒരു സെൻട്രൽ ലോഡ് ആക്ട് ചെയ്തു. ഇവിടെ y മാക്സിമം വരുന്നത് എവിടെയാണ്? ആണ് സെൻട്രൽ ലോഡ് വരുമ്പോൾ പോയിന്റ് ഓഫ് ഇവിടാണ്. ഈ വാല്യൂ ആണ് y മാക്സ്. ഈ പോയിന്റിൽ, അതായത് y മാക്സ് വരുന്ന സ്ഥലത്ത് തീറ്റ എന്തായിരിക്കും? തീറ്റ അറ്റ് y മാക്സ് എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാമോ? 0. എന്തുകൊണ്ട് 0 ആവുന്നു? തീറ്റ അറ്റ് y മാക്സ് ഈക്വൽ ടു 0 ആണ്. ആർക്കെങ്കിലും പറയാം ആൻസർ? അവിടെ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും? ബീമിന്റെ ലെങ്തിന് പാരലൽ ആയിരിക്കും ആരുടെ ഡയറക്ഷൻ? സ്ലോപ്പിന്റെ ഡയറക്ഷൻ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആരുടെ ഡയറക്ഷൻ? ആരാണ് സ്ലോപ്പിന്റെ ആംഗിൾ എന്ന് വെച്ചാൽ മെഷർ ചെയ്യുന്ന? ടാൻജന്റ്. ആ പോയിന്റിലെ ടാൻജന്റും ഇനിഷ്യൽ ന്യൂട്രൽ ആക്സിസും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ y മാക്സ് വരുന്ന സ്ഥലത്ത്, എല്ലാ കേസിലും ഇതല്ല, കാൻലിവർ ബീമിൽ വേറെയാണ് കേസ്. കാൻലിവർ ബീമിൽ y മാക്സ് വരുന്നിടത്ത് തീറ്റ 0 അല്ല. പക്ഷേ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ രണ്ടെണ്ണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, രണ്ടെണ്ണം ഫിക്സ്ഡ് ആണെങ്കിലും, ഫിക്സ്ഡ് കേസ് ആണെങ്കിലും സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിലും y മാക്സ് വരുന്നിടത്ത് തീറ്റ 0 ആയിരിക്കും. ഇനി ഡിഫ്ലക്ഷൻ ഓഫ് ബീം എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇതുവരെ പഠിച്ചില്ല. ഡിഫ്ലക്ഷൻ ഓഫ് ബീം കണ്ടുപിടിക്കാനുള്ള ഈ പറയുന്ന ടേമുകളെല്ലാം അതിൽ വരുന്നുണ്ട്.
എന്തിനൊക്കെയാണെന്ന് ഓർമ്മിച്ച് വയ്ക്കുക. റിഫ്ലക്ഷൻ ഓഫ് ബീം ഡിപ്പെൻസ് ഓൺ ആരൊക്കെയാണ്? ബെൻഡിങ് മൊമെന്റ് എം, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ടൈപ്പ് ഓഫ് ലോഡിങ്. നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ലോഡിങ് എന്ന് ഓൾറെഡി പറഞ്ഞു. പോയിന്റ് ലോഡ് വരാം, UDL വരാം, UVL വരാം, ബെൻഡിങ് മൊമെന്റ് വരാം. ഏത് ടൈപ്പ് ഓഫ് ലോഡിങ് ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. സ്പാൻ, ലെങ്ത് ഓഫ് ബീമിനെ ഡിപ്പെൻഡ് ചെയ്യും. ബീം ടൈപ്പ്, സിംപ്ലി സപ്പോർട്ട്, ഈ രണ്ട് കേസേ ഉള്ളൂ. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡും ക്യാൻഡിലിവറും. ഒരു കാര്യം കൂടെ ഉണ്ട്, അവിടെ വിട്ടുപോയതാണ്, ഫിക്സഡ് ബീമും ഉണ്ട്. സിംപ്ലി സപ്പോർട്ടഡ്, ക്യാൻഡിലിവർ, ഫിക്സഡ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് സപ്പോർട്ട്സ് പഠിച്ചാണ് ഹിഞ്ച്ഡ് ബീം. അപ്പോൾ ഹിഞ്ച്ഡ് ബീം വന്നാൽ ഇതിൽ ഏത് കാറ്റഗറിയിൽ എടുക്കും? അല്ലെ ഹിഞ്ച്ഡ് വിത്ത് റോളർ, ഇതിൽ ഏത് കാറ്റഗറി എടുക്കും? സിംപ്ലി സപ്പോർട്ടഡ് എടുക്കുമോ, ക്യാൻഡിലിവർ എടുക്കുമോ, ഫിക്സഡിൽ എടുക്കും? സിംപ്ലി സപ്പോർട്ടഡ്. സിംപ്ലി സപ്പോർട്ടഡ് ആണ്. അപ്പം ക്യാൻഡിലിവറും ഫിക്സഡും എൻഡുകൾ ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഫിക്സ് ചെയ്യാത്ത ഏത് കേസും നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടാണ് ഡിഫ്ലക്ഷൻ ഓഫ് ബീമിൽ എടുക്കുന്നത്. ഇനി മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഓഫ് ബീം. മെറ്റീരിയൽ പ്രോപ്പർട്ടി, ഒരൊറ്റ മെറ്റീരിയൽ പ്രോപ്പർട്ടിയേ ഉള്ളൂ, യങ്സ് മോഡുലസ്. ഷേപ്പ് ഓഫ് ബീം അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് ബീം അനുസരിച്ച് മാറുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യൽ. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് എം, ടൈപ്പ് ഓഫ് ലോഡ്, സ്പാന്, ടൈപ്പ് ഓഫ് ബീം, അതായത് എൻഡ് സപ്പോർട്ടിങ്, മെറ്റീരിയൽ പ്രോപ്പർട്ടി, യങ്സ് മോഡുലസ്, മൊമെന്റ് ഓഫ് ഇനേഷ്യൽ. ഇത്രയും കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഡിഫ്ലക്ഷൻ ഇരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഓർക്കുക. ഇത് ചിലതിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും, ചിലത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും, ചിലപ്പോൾ പ്രപ്പോർഷണൽ ടു ക്യൂബ് ആയിരിക്കും, ചിലപ്പോൾ പ്രപ്പോർഷണൽ ടു സ്ക്വയർ ആയിരിക്കും, ചിലപ്പോൾ പ്രപ്പോർഷണൽ ടു റേസ് ടു 4 വരെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ ഡിപ്പെൻഡൻസിയാണ്. അത് നമ്മൾ ഇക്വേഷൻ കാണുമ്പോൾ മനസ്സിലാവും. ഇനി എന്തൊക്കെയാണ് അസംഷൻസ്? ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന അസംഷൻസ് എന്തൊക്കെയാണ്? സിമ്പിളായിട്ടുള്ള അസംഷൻസ് ആണ്. ഏത് ആക്ഷൻ എടുക്കുന്നില്ല? നമ്മൾ പറഞ്ഞു ബെൻഡിങ്ങിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നതാണ് ആര്? ഷിയറിങ്. ഷിയർ സ്ട്രെസ് അവിടെ വരും, ഷിയർ ഫോഴ്സുകളും വരും. അപ്പോൾ ഷിയറിങ് കാരണം ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻസ് നെഗ്ലിജിബിൾ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ബെൻഡിങ് കാരണം ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത അസംഷൻ, ഡിഫ്ലക്ഷൻ അതായത് വൈയുടെ വാല്യൂ ആർ സ്മോൾ കമ്പയർഡ് ടു ദി ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻസ് ഓഫ് ബീം. അപ്പോൾ നമ്മൾ ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ക്രോസ് സെക്ഷൻ എടുക്കുന്ന വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ 100th 1000 വാല്യൂ ഒക്കെ ആയിരിക്കും ഡിഫ്ലക്ഷൻ വരുന്നത്. അപ്പോൾ വളരെ ചെറിയ ഡിഫ്ലക്ഷനാണ് ബീമുകൾക്ക് ഉണ്ടാകുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇനി ലോഡിംഗ് കേസിൽ all portions of the beam are acting in the elastic range. ഇലാസ്റ്റിക് ആയിരിക്കണം, പ്ലാസ്റ്റിക് ഡീഫോർമേഷനിലേക്ക് പോകരുത്. അപ്പോൾ ഇലാസ്റ്റിക് കണ്ടീഷൻ തന്നെ അവിടെ റീറ്റെയിൻ ചെയ്യണം. ഇതും ഓൾറെഡി പറഞ്ഞതാണ്. ബീം ഈസ് സ്ട്രെയിറ്റ് പ്രയർ ടു ദി ആപ്ലിക്കേഷൻ ലോഡ്. ലോഡ് ആക്ട് ചെയ്യുന്നതിന് മുന്നേ ബീം ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇനി ഏതൊക്കെ ടൈപ്പ് ഓഫ് മെത്തേഡാണ്? അപ്പം അസംഷൻസ് ഓർക്കുക. ഇനി നമുക്ക് ടൈപ്പ് അല്ലെങ്കിൽ മെത്തേഡ്സ് ടു ഫൈൻഡ് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ. നമുക്ക് ഒരുപാട് ടൈപ്പ് മെത്തേഡുകളുണ്ട്, ഓരോന്നിനും യൂസേജ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ പ്രോബ്ലം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് മെത്തേഡുകളൊന്നും പഠിക്കേണ്ടതില്ല, പക്ഷേ കോൺസെപ്റ്റ് അല്ലെങ്കിൽ തിയറി ഓറിയൻറ്റഡ് ക്വസ്റ്റ്യനുകൾ വരികയാണെങ്കിൽ ഓരോ മെത്തേഡും എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് 5 മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 5ഒന്നുമല്ല, പല മെത്തേഡുകളുണ്ട്. നമുക്ക് മെയിനായിട്ടും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സിലബസിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് മെത്തേഡുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ്, മക്കോളസ് മെത്തേഡ്, മൊമെൻ്റ് ഏരിയ മെത്തേഡ് അല്ലെങ്കിൽ ഏരിയ മൊമെൻ്റ് മെത്തേഡ്, കോഞ്ചുഗേറ്റ് ബീം മെത്തേഡ്, സ്ട്രെയിൻ എനർജി മെത്തേഡ്. അപ്പോൾ ഇത്രയും മെത്തേഡുകളിൽ ചില മെത്തേഡായിരിക്കും എളുപ്പം, ചിലത് പാടായിരിക്കും. ഫോർ എക്സാമ്പിൾ, മൾട്ടിപ്പിൾ ലോഡ് വരുന്ന പ്രോബ്ലങ്ങളിൽ ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകേണ്ടി. പക്ഷേ ഒന്നിൽ കൂടുതൽ ലോഡ് വരുന്ന കേസുകളിൽ മക്കോളസ് മെത്തേഡ് എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ഓരോ മെത്തേഡിനും ഓരോരോ
അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മെത്തേഡുകളുടെ പേരുകൾ ഓർത്ത് വെച്ചേക്കുക. ഡബിൾ ഇൻ്റഗ്രേഷൻ, മക്കോളസ് മെത്തേഡ്, മൊമെൻ്റ് ഏരിയ മെത്തേഡ്, കോഞ്ചുഗേറ്റ് ബീം മെത്തേഡ്, സ്ട്രെയിൻ എനർജി മെത്തേഡ്. ഈ മെത്തേഡുകളിൽ യൂസ് ചെയ്യുന്ന തിയറങ്ങളുടെ പേരുകളും കൊടുത്തിട്ടുണ്ട്. മോസ് തിയറംസ്, കാസ്റ്റിഗ്ലിയാനോസ് തിയറംസ്. അപ്പോൾ അഡ്വാൻസ്ഡ് മെക്കാനിക്സ് സോഴ്സ് ഒക്കെ എടുത്തവർ ഈ പേരുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. കാസ്റ്റിഗ്ലിയാനോസ് തിയറം ഒക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെത്തേഡ്സ്. അടുത്ത നമുക്ക് ഫസ്റ്റിലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡാണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. നമുക്ക് യൂസ് ചെയ്യുന്ന ടേമുകൾ, ആ ടേമുകളുടെ യൂസ് ചെയ്യാനുള്ള ഇക്വേഷൻസ്. ഓക്കെ, ഈ എം ഈക്വൽ ടു ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി സ്ക്വയർ, ഇതാണ് ഗവേണിംഗ് ഇക്വേഷൻ. ഇതിൽ നിന്നാണ് നമ്മൾ സ്ലോപ്പിലേക്കും വൈയിലേക്കുള്ള ഇക്വേഷനിലേക്ക് പോകുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് ഇക്വേഷൻസ് നമുക്ക് ഡിഫ്ലക്ഷനും സ്ലോപ്പുമായിട്ട് ബന്ധമില്ല, പക്ഷെ നമ്മൾ പഠിച്ച കുറച്ച് ടേംസ് ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇക്വേഷൻ എഴുതിയിട്ടെന്നുണ്ടെന്നേ ഉള്ളൂ. ഇതുവഴി PSC എക്സാം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. റേസ് ടു 4 ആണ്. ഓക്കെ, ഡിഫ്ലക്ഷൻ ഓൾറെഡി എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഡിഫ്ലക്ഷൻ y ആണ്. എങ്കിൽ സ്ലോപ്പ് എന്താണ്? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? dy/dx ആണ് സ്ലോപ്പ്. ഇനി മൊമെൻറ്റും ബോഡിയുടെ മെറ്റീരിയലിൻ്റെ യങ്സ് മോഡുലസും I, അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. E ഇൻറ്റു ഐയെ നമ്മളൊരു പേര് വിളിക്കും. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്ത് റിജിഡിറ്റിയാണ്? M ഈക്വൽ ടു EI ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. നമ്മൾ ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ M ഈക്വൽ ടു EI ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ എമ്മിൻ്റെ ഇക്വേഷനെ മോഡിഫൈ ചെയ്ത് എടുക്കുന്നതാണ് ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷനും ലോഡ് റേറ്റിങ്ങിൻ്റെ ഇക്വേഷനും. നമ്മൾ ബെൻഡിങ് പഠിച്ചപ്പോൾ രണ്ട് ഇക്വേഷൻ പഠിച്ചായിരുന്നു. dm/dx ഈക്വൽ ടു ആരാണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു ലെങ്ത് ഓഫ് ഈക്വൽ ടു ആരാണ്? ഷിയർ ഫോഴ്സ് F ആണ്. ഇതിൽ നിന്ന് നമുക്കൊരു കോൺസെപ്റ്റ് കിട്ടിയായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആരോ മാക്സിമം വരണമെങ്കിൽ ആരോ 0 ആയിരിക്കണം. ഷിയർ ഫോഴ്സ് 0 അല്ലെങ്കിൽ സൈൻ ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കണം? ബെൻഡിങ് മൊമെന്റ് എങ്ങനെ വരണം? മാക്സിമം വരണം അല്ലേ? അതേപോലെ വേറൊരു ഇക്വേഷനും കൂടെ അവിടെ പഠിച്ചായിരുന്നു. df/dx ആരായിരുന്നു? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ്. ഏത് W? ലോഡ് റേറ്റിംഗ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ലോഡ്. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് കണക്ഷൻ പിടികിട്ടിയോ എങ്ങനെ ഈ തേർഡ് ഇക്വേഷനിൽ നിന്നും ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷനും ലോഡിന്റെ ഇക്വേഷനും കിട്ടിയെന്ന്? എമ്മിനെ ഒരു തവണ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ തേർഡ് ഇക്വേഷനെ ഒന്നും കൂടെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? EI ഇൻറ്റു ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ്. കണ്ടോ? അതാണ് ഷിയർ ഫോഴ്സ്. വി എന്ന ചില ടെക്സ്റ്റുകളിൽ വി എന്നാണ് യൂസ് ചെയ്യുന്നത്. ഇനി ലോഡ് റേറ്റിംഗ് കിട്ടണമെങ്കിലോ ആ കിട്ടിയ ഷിയർ ഫോഴ്സിനെ ഒന്നും കൂടെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? EI ഇൻറ്റു d⁻⁴y ബൈ dx⁻⁴. dx⁻⁴ ആണ്. അത് ശ്രദ്ധിക്കുക, ഞാൻ അവിടെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഡിഫ്ലക്ഷൻ, സ്ലോപ്പ്, ബെൻഡിങ് മൊമെന്റ്, ഷിയർ ഫോഴ്സ്, ലോഡ്. ഇത് അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കാനുള്ള ഇക്വേഷൻ M ഈക്വൽ ടു EI ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി നമ്മളിപ്പോൾ
ആദ്യം കാണാൻ പഠിക്കേണ്ട ഒരുപാട് ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, മിനിമം ഡയഗ്രാം പഠിച്ചപ്പോൾ ഓരോ ടൈപ്പ് ബീമിനും ഓരോ ടൈപ്പ് ലോഡിനും ഉള്ള ഇക്വേഷൻ പഠിച്ചിരുന്നു, കാണാൻ പഠിക്കുന്നു. അവിടെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇപ്പം നമ്മൾ എല്ലാ ടൈപ്പിനും കണ്ടുപിടിക്കാൻ ഇരുന്നാൽ ഒരുപാട് സമയമെടുക്കും. ഞാനിപ്പോൾ ഒരു കേസിൽ മാത്രം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്, നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നോക്കുക, സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് പോയിന്റ് ലോഡ് അറ്റ് മിഡ് സ്പാൻ. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം, നടുക്ക് W ലോഡ് ആക്ട് ചെയ്യുന്നു, ടോട്ടൽ ലെങ്ത് L ആണ്, മിഡ് സ്പാൻ എന്ന് പറയുമ്പോൾ L/2 ഡിസ്റ്റൻസ് ആണ്. രണ്ടിടത്ത് റിയാക്ഷൻ സിമെട്രിക് ലോഡിങ് കാരണം റിയാക്ഷൻസും സെയിം ആയിരിക്കും. ടോട്ടൽ വെയ്റ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് RA എന്ന് പറയുന്നതും W/2 ആയിരിക്കും, RB എന്ന് പറയുന്നതും W. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഇവിടെ പഠിക്കേണ്ടത്, നിങ്ങൾ ഓർക്കണം, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, θc എന്തായിരിക്കും? 0. 0. അവിടെ y മാക്സിമം വരുന്ന പോയിന്റാണ്. y മാക്സിമം വരുന്ന പോയിന്റിൽ θ0. ഇനി അപ്പോൾ എവിടൊക്കെ ആയിരിക്കും θ മാക്സിമം വരുന്നത്? ഡിഫ്ലക്ഷൻ മാക്സിമം വരുന്ന എവിടെയാണ്? സപ്പോർട്ട്സ്. ഇതാണ്ട് നോക്കുക, ഇവിടുത്തെ θ ഇങ്ങനെയാണ്. സിമെട്രിക് ലോഡിങ് വരുമ്പോൾ രണ്ട് എൻഡിലെയും സ്ലോപ്പ് എന്തായിരിക്കും? സെയിം ആയിരിക്കുമോ ഡിഫറെൻ്റ് ആയിരിക്കുമോ? സെയിം ആയിരിക്കും. അപ്പോൾ നോക്കുക ഇക്വേഷൻ, θA = θB = WL²/16EI. E എന്താണെന്ന് I എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇനി ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനോ, WL³/48EI. അപ്പോൾ ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഇക്വേഷൻ കാണാൻ പഠിക്കേണ്ടതാണ്, തീറ്റയും വൈയും. അപ്പോൾ ഒരു കേസിൽ മാത്രം ഞാൻ എങ്ങനെയാണ് ഈ പ്രൊസീജിയർ ചെയ്യാനുള്ള പ്രൊസീജിയർ ഞാൻ പറഞ്ഞു തരാം. നോക്കാം, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം AB രണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. സെൻട്രൽ സ്പാൻ, മിഡ് സ്പാനിൽ W ലോഡ്, റിയാക്ഷൻ W/2 L/2 ഓക്കെ. അപ്പോൾ എനിക്ക് ഒരു സ്മോൾ പോർഷൻ, ഒരു എലമെൻ്റൽ പോർഷൻ എടുത്തു. ആ എലമെൻ്റൽ പോർഷനിലേക്കുള്ള ഡിസ്റ്റൻസ് X എന്നെടുത്തു. ഓക്കെ. അപ്പോൾ X ഡിസ്റ്റൻസിൽ ഒരു dx വിടുത്തുള്ള ഒരു ചെറിയ പോർഷൻ എലമെൻ്റൽ ബീം ഞാൻ എടുത്തു. അപ്പോൾ എനിക്ക് ഈ പോയിന്റിൽ സ്ലോപ്പും കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. നമ്മൾ ആദ്യം എടുക്കേണ്ട ഇക്വേഷൻ M = നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ ഇക്വേഷൻ. M = എന്തായിരുന്നു ഇക്വേഷൻ? M = EI × d²y/dx². ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് d²y/dx² എന്ത് വരും? d²y/dx² എന്ത് വരും? M/EI × M/EI. ഇതിൽ എമ്മിൻ്റെ വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കൺസിഡർ ചെയ്ത ആ പോർഷനിലെ എം വാല്യൂ, ആ എം വാല്യൂ നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? അറ്റ് എക്സ് ഡിസ്റ്റൻസ് M = പറ, ഇവിടുത്തെ ബെൻഡിങ് മൊമെന്റ് എന്ത് വരും പറയാം? WL/4. അയ്യോ, WL/4 WX ആണ്. ഒന്നും കൂടെ ചിന്തിക്കുക, നമ്മൾ ഒരു പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് W/2 × അതായത്
നമ്മൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നോക്കുക. ലെഫ്റ്റിലാണെങ്കിൽ ഒറ്റ ലോഡേ ഉള്ളൂ, റൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ലോഡ് വരുന്നുണ്ട്. നമുക്ക് ലെഫ്റ്റിലേക്ക് നോക്കുന്നതാണ് എളുപ്പം. അപ്പോൾ W/2 ഇൻറ്റു എക്സ്. ബെൻഡിങ് മൊമെന്റ് സായിങ് ആണോ ഹോയിങ് ആണോ? സായിങ് ആണ്. സായിങ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. അപ്പം പോസിറ്റീവ് ആണ്. അപ്പോൾ എമ്മിന് പകരം ഞാൻ എന്തിട്ട് കൊടുക്കുന്നു? Wx/2. ഓക്കെ. അപ്പം Wx/2EI. ഓക്കെ. ഇനി ഇതിനെ എനിക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് ഓർക്കുക. തീറ്റ ഈക്വൽ ടു dy/dx അതേപോലെ വൈയും, സ്ലോപ്പ് വൈയും. അപ്പോൾ എന്ത് ചെയ്യണം? dy/dx കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇതിനെ ഇന്റഗ്രേഷൻ, ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡാണ്. ഫസ്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യണം, ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. അപ്പോൾ dy/dx ആയിട്ട് മാറും. ഇവിടെ ആരൊക്കെ കോൺസ്റ്റന്റ് ആണ്? W2EI എല്ലാം കോൺസ്റ്റന്റ് ആണ്. W/2EI. എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? x²/2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ Wx². ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. കോൺസ്റ്റന്റ് കൊടുക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തു പോകരുത്. ഇവിടെ പ്ലസ് C1 എന്നും C2 എന്നൊക്കെ എടുക്കുക. ഞാൻ C1 എന്ന് എടുക്കുന്നു. ഓക്കെ. 2 ഇൻ്റഗ്രേഷൻ വരുന്നതുകൊണ്ട് C1 എന്ന് എടുക്കുന്നു. അപ്പോൾ C1 ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഇൻ്റഗ്രേഷൻ ആണ്. അപ്പം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ dy/dx ഈക്വൽ ടു Wx²/4EI പ്ലസ് C1. നമുക്ക് ആദ്യം തന്നെ C1 കണ്ടുപിടിക്കാം. സ്ലോപ്പ് നിങ്ങൾക്ക് എവിടത്തെങ്കിലും വാല്യൂ നിങ്ങൾക്ക് അറിയാവോ? സ്ലോപ്പിന്റെ വാല്യൂ സപ്പോർട്ട്സിൽ അറിയാവോ? x=L/2. അതായത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് അല്ലെങ്കിൽ മാക്സിമം സ്ലോപ്പ് വരുന്ന, മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നിടത്ത്, അത് സെൻറ്റർ പോയിന്റ്. തീറ്റ ഈക്വൽ ടു 0 ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പം ഞാനിവിടെ കണ്ടീഷൻ ഇട്ട് കൊടുക്കുന്നു. 0 ഈക്വൽ ടു WL/2 the whole square divided by 4EI plus C1. അപ്പോൾ C1 ഈക്വൽ ടു എനിക്ക് എന്തെന്ന് കിട്ടും? WL² ഡിവൈഡ് ബൈ 2² 4 ആവും. 4 × 4 എന്താവും? 16EI. അപ്പോൾ എനിക്ക് C1ന്റെ വാല്യൂ കിട്ടി. ഇനി ഞാൻ ഒന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഇക്വേഷൻ നമ്പർ 1. ഇൻ്റഗ്രേറ്റിംഗ് അഗെയിൻ. നെഗറ്റീവ് വരില്ലേ? നെഗറ്റീവ് വരും. അപ്പുറം പോകുമ്പോൾ നെഗറ്റീവ് വരും. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് അഗെയിൻ 1. dy/dx ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും? y ഈക്വൽ ടു അടുത്തത് W/4EI. x² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? x³/3 പ്ലസ് C1 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? C1x പ്ലസ് അടുത്തൊരു ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റ് കൂടെ വരും. ആര്? C2. ഓക്കെ. C1ന്റെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം, ഇട്ട് കൊടുക്കുക. y ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ Wx³ ഡിവൈഡഡ് ബൈ 12EI മൈനസ് C1ന്റെ വാല്യൂ WL²x ഡിവൈഡഡ് ബൈ 16EI പ്ലസ് C2. ഇനി ഡിഫ്ലക്ഷൻ എവിടാണ് വാല്യൂ നമുക്ക് അറിയാവുന്നത്?
സപ്പോർട്ട്സിൽ. അപ്പം അറ്റ് സപ്പോർട്ട്സ് നമ്മൾ ഏറ്റവും എളുപ്പമുള്ള സാധനം എടുക്കുന്നു. എക്സ് ഈക്വൽ ടു എത്ര? 0. എക്സ് ഈക്വൽ ടു 0 വരുന്നിടത്ത് വൈയും എന്താണ്? അതാണ്ട് ഈ ലെഫ്റ്റ് എൻഡിൽ എക്സ് ഈക്വൽ ടു 0യിൽ വൈയും 0. അപ്പോൾ 0 ഈക്വൽ ടു ഫസ്റ്റ് ടേം 0 ആകും, സെക്കൻഡ് ടേമും 0 ആകും, പ്ലസ് C2. ഇപ്പോൾ C2ൻ്റെ വാല്യൂ എന്തോരും ഇവിടെ? 0. C2 0. അപ്പോൾ C2ന് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ C2 0 ആണ്. അപ്പോൾ എനിക്ക് C1 C2 കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എവിടത്തേക്ക് വൈയും തീറ്റയുമാണ് വേണ്ടത്? വൈ മാക്സും തീറ്റ മാക്സും. വൈ മാക്സ് എവിടാണ്? L/2. എക്സ് ഈക്വൽ ടു എവിടാണ്? L/2. L/2. അപ്പോൾ വൈയുടെ ഇക്വേഷനിൽ നിങ്ങൾ L/2 ഇട്ട് കൊടുക്കുക. W L/2 ക്യൂബ് ഡിവൈഡഡ് ബൈ 12EI മൈനസ് W, ഇവിടെ ഓൾറെഡി ഞാൻ വീണ്ടും ഒരു മൈനസ് ഇട്ട്, W L സ്ക്വയർ ഇൻറ്റു L/2 ബൈ 16EI. ഞാൻ ചെയ്ത് സമയം കളയുന്നില്ല. വൈയുടെ ആൻസർ എന്താ കിട്ടാൻ പോകുന്നത്? നമ്മൾ ആ ടേബിളിൽ എഴുതി വെച്ചായിരുന്നു. എത്രയാണ്? മൈനസ് WL ക്യൂബ് ഡിവൈഡഡ് ബൈ 48EI. ഇപ്പം നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. എന്താണ് ഈ നെഗറ്റീവ് വാല്യൂവിൻ്റെ മീനിങ്? നോക്കാം, നമുക്ക് അപ്പുറത്ത് എഴുതിയേക്കുന്ന വാല്യൂ നോക്കാം. എന്താണ്? ഇതാണ്ട് WL ക്യൂബ് ഡിവൈഡഡ് ബൈ 48EI. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് എന്താണ്? അറിയാവുന്നവരുണ്ടെങ്കിൽ പറയാം. ഇല്ല. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ബോഡി ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ലൈനിൽ നിന്ന് എങ്ങോട്ടാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്? എങ്ങോട്ടാണ്? അപ്വേർഡ് ഡയറക്ഷനിലാണോ? അയ്യോ സോറി, അങ്ങോട്ടാണ്, ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പൊ നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനെ റെപ്രസെന്റ് ചെയ്യാം. ഡൗൺവേർഡ്, അപ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. ഇനി വൈമാക്സ് കണ്ടുപിടിക്കുന്നത് പോലെ എനിക്ക് തീറ്റ മാക്സും കണ്ടുപിടിക്കാം. തീറ്റ മാക്സിമം എവിടെ ആയിരിക്കും? തീറ്റ എയും തീറ്റ ബിയും. അപ്പോൾ എയിൽ എക്സിന്റെ വാല്യൂ എന്താണ്? അറ്റ് എ എക്സിന്റെ വാല്യൂ എത്രയാണ്? 0. അപ്പോൾ നമ്മൾ തീറ്റയുടെ വാല്യൂ എവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്? തീറ്റ ഈക്വൽ ടു, അതായത് dy/dx ഈക്വൽ ടു എന്തായിരുന്നു? dy/dx W ഇൻറ്റു 0 സ്ക്വയർ. അത് 0 ആയി പോകും. ഇതാണ് ഇക്വേഷൻ. അതിൽ C1ന്റെ വാല്യൂ എന്താണ്? മൈനസ് WL സ്ക്വയർ ഡിവൈഡഡ് ബൈ 16EI. അപ്പോൾ ഫസ്റ്റ് ടേം 0 പോവും, മൈനസ് WL സ്ക്വയർ ബൈ 16EI. അപ്പോൾ എനിക്ക് വാല്യൂ കിട്ടുന്നത് മൈനസ് WL സ്ക്വയർ ബൈ 16EI. തീറ്റ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്ന നെഗറ്റീവ് തന്നെ ആയിരിക്കും. അവിടുത്തെ സൈനിൻ്റെ അതേ ഡയറക്ഷൻ, അതേ മീനിങ് തന്നെയാണ് ഇവിടെ. താഴേക്ക് സ്ലോപ്പ്, ന്യൂട്രലിൽ നിന്ന് താഴെ. അപ്പോൾ നോക്കുക എന്താണ് തീറ്റ മാക്സ്? W മൈനസ് W അല്ലെങ്കിൽ WL സ്ക്വയർ ബൈ 16EI. നോക്കിയേ, WL സ്ക്വയർ ബൈ 16. അപ്പോൾ ഇങ്ങനെയാണ് ഡബിൾ ഇൻ്റഗ്രേഷൻ വഴി സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിച്ചെടുക്കുന്നത്. ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ പ്രോബ്ലത്തിനും നമുക്കിത് ചെയ്യാനുള്ള സമയമില്ല. എങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ഞാൻ ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡിന് ഒരു ഡ്രോബാക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്തായിരുന്നു പറഞ്ഞെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മൾട്ടിപ്പിൾ ലോഡ് വരുമ്പം ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ്
ടീഡിയസ് പ്രോസസ്സാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ഇക്വേഷൻസ് ഫോം ചെയ്യും, വളരെ പാടാണ് ചെയ്തെടുക്കുക. അപ്പോൾ സിംഗിൾ ലോഡ്, ഇപ്പോൾ ഒറ്റ ലോഡ് മാത്രം. ഇനി ഒറ്റ ലോഡിൽ തന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ പാടാണ്. അതായത് ഫോർ എക്സാമ്പിൾ അതാണ്ട് ഈ കേസ് വരികയാണെങ്കിൽ, ഇത് ഏത് കേസാണ്? ഇന്റർമീഡിയറ്റ് ലോഡും ഈ ഡബിൾ ഇൻ്റഗ്രേഷൻ വഴി ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ലെങ്തി പ്രോസസ്സാണ്. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മക്കോളസ് മെത്തേഡ് വഴി ചെയ്യാൻ പറ്റും.